പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ വീണ്ടും പ്രഭാത സന്ദേശവുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പ്രഭാത സന്ദേശത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയുടെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായമാണല്ലോ നാം ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ്. നാളത്തെ പ്രഭാതത്തിൽ മറ്റൊരു സബ്ജക്റ്റുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ ക്രിസ്തുവേശുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ 3-ാമത്തെ പാർട്ട്, അതായത് 5-ാം അധ്യായത്തെ 20 വാക്യത്തെ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞത് ധനികർക്കുള്ള താക്കീതായിരുന്നു. 2-ാമത്തെ പാർട്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. നമുക്കറിയാം, അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, പക്ഷേ പ്രാർത്ഥിച്ചു. അദ്ദേഹം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ അടച്ചു. 3.5 കൊല്ലം ഭൂമിയിൽ മഴ പെയ്യാതെ ഇരുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയുടെ ശക്തിയിൽ നാം അറിയേണ്ട പ്രധാനപ്പെട്ട ഘടകം, പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ നാം വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ എഴുതുന്നു, നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നിട്ടും അവൻ പറഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ ഉറവകൾ അടയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഒരു ദൈവ പൈതലിൽ പ്രാർത്ഥനയിൽ എപ്പോഴും ഉരുത്തിരിയേണ്ട പദം വിശ്വാസത്തിൻ്റെ പദമാണ്. അതുകൊണ്ടാണ് നാം സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്നാണ്. ഒരു കടുകുമണിയോളമുള്ളൊരു വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ അവിടെയും വിശ്വാസത്തിൻ്റെ ആഴമേറിയ ഒരു ചിന്തയാണ് അവിടെ കൊടുക്കുന്നത്. പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു വിശ്വാസം. എങ്ങനെയുള്ള വിശ്വാസമാണ്? ആഴമേറിയ വിശ്വാസമുണ്ടാകുക എന്നുള്ളതാണ്. സാഹചര്യങ്ങളൊക്കെ നമുക്കെതിരായിരിക്കാം. നമ്മുടെ മുൻപിൽ ഒരുപാട് നെഗറ്റീവ് പോയിൻറ്റ്സ് ആയിരിക്കാം, നെഗറ്റീവ് റിസൾട്ടുകളായിരിക്കാം. എല്ലാ സാഹചര്യവും നമുക്കനുകൂലമല്ലാതെ നമ്മുടെ മുൻപിൽ വളരെ പ്രതികൂലമായി നിൽക്കുമ്പോഴും വിശ്വാസത്താലുള്ള നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ഒരു കാര്യം ഈ പ്രഭാതത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരുപക്ഷെ സകല പ്രതീക്ഷകളും അസ്ഥാനത്തായി ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. എല്ലാ വാതിലുകളും അടഞ്ഞു, സകല വാതിലുകളും ഇനി തുറക്കപ്പെടുകയില്ല, എന്നേക്കുമായി അടയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും ആഴമേറിയൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവവൈതനെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്.
ഒരുപക്ഷെ നാറ്റം വെച്ച വിഷയമായിരിക്കാം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായ വിഷയമായിരിക്കാം. എങ്കിലും പ്രാർത്ഥനയ്ക്കകത്ത് ആഴമേറിയ വിശ്വാസമുണ്ടോ? ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായിപ്പോയി, സാറയുടെ ഗർഭപാത്രം നിർജീവമായിപ്പോയി. പക്ഷേ വാഗ്ദത്തങ്ങൾക്ക് നിർജീവത്വം സംഭവിക്കുന്നില്ല. വാഗ്ദത്തങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കകത്തുള്ള നമ്മുടെ വിശ്വാസം ഈ പ്രഭാതത്തിൽ വർദ്ധിക്കുമാറാകട്ടെ. ആഴമേറിയ വിശ്വാസത്തോടെ വിഷയത്തിന് വേണ്ടി ഞാനും നിങ്ങളും ജാഗരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അത് സമയത്ത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം, സകല നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആണവൻ.